ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. ഒരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കാൻ ഈ ഒരു ഒറ്റ കോളിഫ്ലവർ ഫ്രൈ മാത്രം മതി കേട്ടോ. ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോഴേക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാനിത് ആദ്യമേ തന്നെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ ഇതിലുള്ള വിഷാംശമൊക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ തിളയ്ക്കാൻ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ച കോളിഫ്ലവർ പീസസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാമേ. ശേഷം ഒരു തവി വെച്ചിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ കോളിഫ്ലവർ ഫ്രൈ പല രീതിയിലും ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇത് കാണിക്കണത്. അപ്പം ഞാനേ കോളിഫ്ലവറൊക്കെ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാനുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കുമ്പോഴേ ശ്രദ്ധിക്കണേ, ഒരുപാടൊന്നും ചേർക്കണ്ട. നമുക്ക് ഈ മിക്സ് നല്ല തിക്കായിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി ഇതിലേക്കൊരു നേരിയ പുളിപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലേശം ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തോളൂ കേട്ടോ. ഇനിയിപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അതിനുശേഷം കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ മിക്സ് അതിലൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇത് പുരട്ടിയതിന് ശേഷം നിങ്ങൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സ് കോളിഫ്ലവറിലേക്ക് പിടിച്ച് കിട്ടും. ഉച്ചയ്ക്ക് ചോറിലേക്ക് കഴിക്കാനുള്ളതായതുകൊണ്ടേ ഞാനിത് അധിക സമയമൊന്നും വെക്കാനില്ല കേട്ടോ. ഒരു 15 മിനിറ്റ് മാത്രമാണ് ഞാനിത് മിക്സ് ചെയ്തിട്ട് വെക്കണത്. കോളിഫ്ലവറെ ഫ്രൈ ചെയ്ത് വരുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ആണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം ഇത് ഒന്ന് വറുത്തെടുക്കാം. വറുക്കാനായിട്ടേ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചപ്പോഴാണ് കേട്ടോ കാണണത് അതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഹോള് വീണിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഇനി ഇത് വെന്ത് കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ ഏകദേശം ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയേ. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രൈക്ക് നല്ല കളറും കിട്ടും, അതേസമയം എരിവ് കുറയുകയും ചെയ്യും. കോളിഫ്ലവറിൻ്റെ ബാക്കി വരുന്ന ഈ ഭാഗം കൊണ്ടേ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. നേരത്തെ ഞാനേ വാങ്ങിയിട്ട് മയക്കി വെച്ച ചീനച്ചട്ടിയാണ് കേട്ടോ. 1 മാസം ഉപയോഗിക്കാണ്ട് വെച്ചപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടോ ഇങ്ങനെയായിട്ടുണ്ട്. ഈ പുതിയ ചീനച്ചട്ടിയെ ഒന്ന് നന്നാക്കിയെടുക്കാൻ എൻ്റെ ഫ്രണ്ട് ഗായത്രി ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. നിങ്ങളെങ്ങനെയാണ് ചീനച്ചട്ടി മയക്കിയെടുക്കാന്നേ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സംസാരിച്ച് വന്നപ്പോഴേക്ക് നമ്മളുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ ഇവിടെ മക്കൾക്ക് പിന്നെ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
ഉണ്ടാക്കി നോക്കിയിട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുതേ. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകുകയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.